لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വവിധ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനുഷ്യൻ അനുഭവിക്കുന്ന അസംഖ്യം അനുഗ്രഹങ്ങൾ ഏറെ വലുതാണ്. സമാധാനപൂർണമായ ജീവിതം നയിക്കുക എന്നത്. സമാധാനമുള്ളിടത്ത് അവന് സൗഭാഗ്യവും സന്തോഷവും ഉണ്ടാവും. അസമാധാനമാണ് മനുഷ്യൻ അനുഭവിക്കുന്നതെങ്കിൽ അസ്വസ്ഥതയും പ്രയാസവും നേരിടേണ്ടി വരും. സമാധാനമില്ലാതെ പണമുണ്ടായിട്ടോ കുടുംബമുണ്ടായിട്ടോ മക്കളുണ്ടായിട്ടോ മറ്റു സൗകര്യങ്ങളെന്തോ അവൻ കരഗതമാക്കിയിട്ടൊന്നും കാര്യമില്ല. സമാധാനപൂർണമായ ജീവിതം അവന് നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ ജീവിതം വലിയ പ്രയാസത്തിലായി. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെന്ന് പറഞ്ഞു, മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി ആമിനൻ ഫീ സിർബിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹൈസത് ലഹു ദുനിയ. മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി, ഒരാൾ പ്രഭാത സമയത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല ആയുരാരോഗ്യമുണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നുണ്ട്, തളർന്നു പോയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് വലിയ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആമിനം ഫീ സിർബിഹി, അദ്ദേഹം നിലകൊള്ളുന്ന സ്ഥലത്ത് നല്ല സമാധാനത്തോടെയാണ് കഴിയുന്നത്, ആരെയും പേടിക്കേണ്ടതില്ല, സ്വസ്ഥതയോടെയാണ്. ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം കഴിഞ്ഞുകൂടാനുള്ള ക്ഷുത്തടക്കാനുള്ള വക അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എന്നാൽ ഫകഅന്നമാ ഹൈസത് ലഹു ദുനിയ, അദ്ദേഹത്തിന്റെ ദുനിയാവ് മുഴുവനും കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അസംഖ്യം അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമാധാനമുണ്ടാവുക എന്നത്. എല്ലാവരും സമാധാനത്തെയാണ് ആഗ്രഹിക്കുന്നത്. അസ്വസ്ഥതയും അസമാധാനവും ആരും ഇഷ്ടപ്പെടുന്നില്ല. ആ സമാധാനം നൽകുന്ന ഒരു മതമാണ്, പ്രത്യയ ശാസ്ത്രമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ ഏത് തലമെടുത്ത് പരിശോധിച്ചാലും സമാധാനമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാം എന്ന പദം തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത് സിൽം എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. ആ പദത്തിൽ നിന്ന് നിഷ്പന്നമാണ്. സിൽം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം സമാധാനം എന്നാണ്. മുസ്ലിങ്ങളായ ആളുകൾ ആരാധിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു പേരുണ്ട്, സലാം എന്ന പേര്. സമാധാനം നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. രണ്ട് മുസ്ലിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ പറയാൻ ആവശ്യപ്പെട്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ്. തിരിച്ച് പ്രതിവചനമായി പറയേണ്ടതും വഅലൈക്കുമുസ്സലാം, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്നാണ്. മാത്രമല്ല, ഓരോ മുഅ്മിനും അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെടുത്ത് പഠിപ്പിക്കുന്നു. ഓരോ നിസ്കാര ശേഷവും അവൻ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം എന്ന പ്രാർത്ഥനയാണ്. നീ സമാധാനത്തോടു കൂടെയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് സ്വായത്തമാക്കണം, സമാധാനപൂർണമായ അന്തരീക്ഷം സൃഷ്ടിക്കണം, അസമാധാനത്തിലൂടെ ജീവിച്ച് സമാധാനത്തിലൂടെ മരിച്ചു പോകണം ഞങ്ങൾക്ക് എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു വിളിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. ഇങ്ങനെ സമാധാനപൂർണമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ഒരു കാഴ്ചപ്പാടും അത് പ്രാക്ടീസ് ചെയ്യുക, അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഭൂമി ലോകത്തേക്ക് ജനങ്ങളെ സംവിധാനിച്ചത് തന്നെ. അത് പ്രാക്ടീസ് ചെയ്യേണ്ടവരും അത് പഠിപ്പിക്കുകയും അത് വിഭാവനം ചെയ്യുന്നവരുമാണ് മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങൾ ഈ സമാധാനം നിലനിർത്താൻ ആവശ്യമായ ഏത് ഘടകവും ഏത് തത്വസംഹിതയും അത് അനുസരിക്കുകയും അനുധാവനം ചെയ്യുന്നവരുമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സമാധാനം നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന സർവ്വ ആളുകളും സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ അതിപ്രധാനമായ ഒന്ന് മാനവരാശിയെ മുഴുവനും ഒരു മാനവികതയുടെ കാഴ്ചപ്പാടോടെ കാണുക എന്നതാണ്. എല്ലാവരും മനുഷ്യരാണ് എന്ന മനസ്സോടുകൂടെ കാണാൻ വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുകയാണ്. ശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നത് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഖുർആൻ പറയുകയാണ് യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യുന്നത് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫൂ, പിന്നെ നിങ്ങളെ പലവിധങ്ങളായ ഗോത്രങ്ങളും വർഗങ്ങളും കുടുംബങ്ങളും ഒക്കെ ആക്കി തിരിച്ചത് എന്തിനാണെന്നറിയുമോ? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മളെല്ലാം പല ഗോത്രങ്ങളിലും പല നാടുകളിലും ഭാഷ സംസാരിക്കുന്നവരും പല സംസ്കാരങ്ങളിൽ അലിഞ്ഞു ചേർന്നവരുമാക്കിയത് നമ്മെ തിരിച്ചറിയാനാണ് എന്ന ഖുർആനിന്റെ വചനം. നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് എന്നാണ് ആലോചിച്ചത്. ഒരാണിൽ നിന്നും ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും ഏകോദര സഹോദരങ്ങളാണ് നിങ്ങൾ. ആ മാനവികമായ കാഴ്ചപ്പാട് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഒരാളെയും ആക്രമിക്കാൻ പാടില്ല. നിങ്ങൾ ആക്രമിക്കാൻ മുതിരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊക്കെ ഒരു ഉമ്മയുടെയും ഒരു വാപ്പയുടെയും മക്കളാണ് എന്ന ബോധം, മാനവികമായ കാഴ്ചപ്പാട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അനുവർത്തിക്കേണ്ടത് എന്ന് ഖുർആൻ നമ്മോട് ഉദ്ഘോഷിക്കുകയാണ്. മറ്റൊന്ന്, മനുഷ്യരെല്ലാവരും പരസ്പരം ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. ആരും നിരാശ്രയരല്ല. എല്ലാവർക്കും ഓരോ കാലഘട്ടത്തിലും ഓരോ ആവശ്യങ്ങളുണ്ടാവും. അതത് ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. ആശ്രയിക്കേണ്ടി വരുന്ന അവസരത്തിൽ എല്ലാവരോടും റഹ്മത്തോടെ കാഴ്ചപ്പാടോടെ, റഹ്മത്തിന്റെ കാഴ്ചപ്പാടോടെ സമീപിക്കണം എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരുണ്യത്തിന്റെ കാഴ്ചപ്പാടാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാനാണ്. അവിടെന്ന് പറഞ്ഞില്ലേ, അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ യർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ, ഈ ഭൂമി ലോകത്ത് നിങ്ങൾ എല്ലാവരോടും കാരുണ്യം കാണിക്കണമെങ്കിലേ അല്ലാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കുകയുള്ളൂ. ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമി ലോകത്തുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്തെങ്കിലേ യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുകയുള്ളൂ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഐക്യബോധത്തോടെയാണ് മനുഷ്യരെല്ലാം ജീവിക്കേണ്ടത്. ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ നിറത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിന്റെയോ ഒരു വിധത്തിലുള്ള വൈജാത്യങ്ങളിലും മാറ്റി നിർത്തലുകൾ ഒരിക്കലും പാടില്ല. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചാണ് ജീവിക്കേണ്ടത്. വളരെ സമാധാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ രണ്ടാമത്തെ കാര്യം, അത് വളരെ സൗഹാർദ്ദപൂർണവും കാരുണ്യപൂർണവുമായ ഇടപെടലാണ് മനുഷ്യനിൽ നിന്നുണ്ടാവേണ്ടത്. എത്രത്തോളമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തന്റെ സഹോദരന് ഞാൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അതെല്ലാം അവനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ നിന്ന് ഒരാളും മുഅ്മിനല്ല എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ സ്വസ്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ,
ഞാൻ നല്ല സന്തോഷത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം, നല്ല റാഹത്തോടെ ജീവിക്കണം എന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മുഅ്മിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിന്റെ സഹോദരനും അതുപോലെ അവകാശമുണ്ട്, അത് അവന് പകുത്ത് നൽകണം എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കാരുണ്യത്തോടെയുള്ള പെരുമാറ്റം, നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണ് എന്ന ബോധത്തോടെ ജീവിക്കുക എന്ന ഒരു കാഴ്ചപ്പാട്. ആ സാഹോദര്യത്തിന്റെ പെരുമാറ്റത്തിൽ ഏറ്റവും അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്നവരാരാണോ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്തൊരു വിശാലമായ കാഴ്ചപ്പാടാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ നമ്മുടെ തൊട്ടടുത്തുള്ളവർ അവരാണ് നമ്മുടെ അയൽവാസികൾ എന്ന് പറയുന്നത്. അയൽവാസികളോട് പെരുമാറുന്നിടത്ത് വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. തന്റെ അയൽവാസി ആരാണെന്ന് നോക്കിയല്ല, തന്റെ അയൽവാസി മുസ്ലിമാണോ എന്ന് നോക്കാനല്ല പറഞ്ഞത്. തന്റെ അയൽവാസി ആരാണെങ്കിലും അവന് ക്ഷുത്തടക്കാൻ വകയില്ലാതെ നിന്റെ വീട്ടിൽ സുഭിക്ഷമായ നീ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നീ നിർവഹിച്ചിട്ടില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസികൾ പരസ്പരം രമ്യതയോടെയും സഹവർത്തിത്വത്തോടെയും സന്തോഷത്തോടുകൂടെയും പെരുമാറണമെന്ന് പഠിപ്പിച്ച ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറയുന്നു, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. ഒരിക്കലും മുഅ്മിനല്ല, ഒരിക്കലും മുഅ്മിനല്ല. ഉടനെ തന്നെ സഹാബത്ത് ചോദിച്ചു, നബിയേ ആരെ കുറിച്ചാണ് ഒരിക്കലും മുഅ്മിനല്ല എന്ന് 3 തവണ അങ്ങ് പറയുന്നത്? അവിടെന്ന് പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖാ. അവിടെന്ന് പറയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ജീവിക്കുന്നവൻ ഒരിക്കലും മുഅ്മിനല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവർക്ക് സ്വൈര്യക്കേട് ഉണ്ടാക്കരുത്, അസ്വസ്ഥതകൾ ഉണ്ടാക്കരുത്, അവന്റെ സമാധാനം തകർത്ത് കളയരുത്, അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്, അവനെ ഒരു വിധത്തിലും ശല്യം ചെയ്യരുത് എന്നാണ്. യഥാർത്ഥ മുഅ്മിൻ ആരാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞ ഹദീസ്, അൽ മുസ്ലിമു മൻ സലിമൻ നാസു ബിലിസാനിഹി വയദിഹി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ പറയാൻ, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കിൽ നിന്നും നോക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും എല്ലാ ശല്യങ്ങളിൽ നിന്നും മറ്റെല്ലാവരും രക്ഷപ്പെട്ടവരെയാണ്. അങ്ങനെ ജീവിക്കുന്നവനെയാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുകയെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യനാണ് എങ്കിൽ സമാധാനത്തോടെ ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഒരു വിധത്തിലുള്ള പ്രയാസവും സൃഷ്ടിക്കാൻ പാടില്ല. ഒരാളെയും ആക്രമിക്കാൻ ഒരു വാക്കുകൊണ്ട് ഒരു നോക്കുകൊണ്ട് ഒന്നും പാടില്ല. അത് അന്യമതസ്ഥരായ ആളുകൾ, നമ്മുടെ സഹോദര സമുദായാംഗങ്ങളുണ്ട്, അവരോട് വരെ നല്ല നിലയിലാണ് വർത്തിക്കേണ്ടത്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നിടത്ത് വരെ ഖുർആൻ പറഞ്ഞല്ലോ, ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിന്റെ വിഷയത്തിൽ, ദീനിലേക്ക് വരുന്ന വിഷയത്തിൽ നിങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല. നിർബന്ധപൂർവമായ ഇസ്ലാം ആശ്ലേഷം അത് ഇസ്ലാമിലേക്കുള്ള കടന്നുവരവല്ല എന്ന് വിശുദ്ധ ഖുർആൻ തറപ്പിച്ചു പറയുകയാണ്. അപ്പൊ ഈ പ്രസ്ഥാനത്തിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ വരെ അദ്ദേഹം ഇഷ്ടത്തോടുകൂടെ വരാനുള്ള അവസരം ഒരുക്കണമെന്നാണ്. ആശയപ്രചരണം നമുക്ക് നടത്താം എന്നല്ലാതെ ഒരാളെയും ഫോഴ്സായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല, അത് ഇസ്ലാം അംഗീകരിക്കുന്നുമില്ല. മറ്റുള്ള മതസ്ഥരോട് നല്ല നിലയിൽ വർത്തിക്കുക, എല്ലാവരെയും ചേർത്ത് പഠിക്കുക, മാനവികമായ കാഴ്ചപ്പാടോടെ ജീവിക്കുക, ഇതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. അതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃകയും. 10 വർഷക്കാലം മദീനത്ത് ജീവിച്ച് അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോ 30 സ്വാൾ ബാർലിക്ക് വേണ്ടി ജൂതന്റെ കയ്യിൽ തങ്ങളുടെ പടയങ്കി പണയത്തിലായിരുന്നു. മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാവാനിട്ടല്ല,
ഇതൊക്കെ നമ്മൾ പഠിക്കുകയും വായിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ നബി തങ്ങളുടെ പടയങ്കി 30 സ്വാഹ് ബാർലിക്ക് വേണ്ടി ഒരു ജൂതന്റെ കയ്യിലാണ് പടയങ്കിയിരിക്കുന്നത് പണയത്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെയാണ് മതസൗഹാർദ്ദം എന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരാൾക്കും ഒരു വിധത്തിലുള്ള പ്രയാസവും സൃഷ്ടിക്കാതെ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പഠിപ്പിക്കുകയും പറയുകയും സമാധാനപൂർണമായ ജീവിതമാണ് നിങ്ങൾ നയിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായ ഒരാൾക്ക് ഒരാളെയും കൊല ചെയ്യാൻ കഴിയൂല, ഒരാളെയും വെടിവെച്ച് വീഴ്ത്താൻ കഴിയൂല, ഒരാളെയും മോഹിക്കാൻ കഴിയൂല, ഒരാൾക്കെതിരെയും ഒരു വിധത്തിലുള്ള പ്രയാസം സൃഷ്ടിക്കാൻ കഴിയൂല. എന്തുകൊണ്ടാണ്? ഒരു നോക്കുകൊണ്ടും വാക്കുകൊണ്ടും ആക്രമിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിമല്ല എന്ന് മുദ്ര കുത്തിയതിന് ശേഷം വിശുദ്ധ ഖുർആൻ വളരെ വലിയ ഗൗരവമായി എടുത്തു പറഞ്ഞ തെറ്റാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ എന്നല്ല, വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം നോക്ക് നിങ്ങൾ. ഖുർആൻ പറയാണ്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീആ. ഖുർആൻ പറയാൻ, ഒരാൾ അകാരണമായിട്ട് ഒരാളെ കൊന്നാൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതിന്റെ ശിക്ഷയാണ്, അതിന്റെ തത്തുല്യമാണ് അവൻ ചെയ്തു തീർത്തതെന്ന് വിശുദ്ധമായ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാമിൽ ചെയ്യുന്ന പാതകങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കൊടിയ പാതകമായി വിലയിരുത്തപ്പെട്ട അക്ബറുൽ കബായിറിൽ പെട്ട ഒരു തെറ്റാണ് ഒരാളെ കൊല്ലുക എന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള ഒരു മുസ്ലിമിന് എങ്ങനെ ഒരാളുടെ ഹൃദയത്തിലേക്ക് ശരീരത്തിലേക്ക് നിറയൊഴുക്കാൻ കഴിയുന്നു? അവൻ മുസ്ലിമല്ല, അവൻ യഥാർത്ഥ മുസ്ലിമല്ല. ഇങ്ങോട്ടൊരു അക്രമം ഉണ്ടായാൽ വരെ ഖുർആൻ പറഞ്ഞത് വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഉ ബില്ലതി അഹ്സൻ. ഇങ്ങോട്ടൊരാൾ ആക്രമിച്ചാൽ വരെ അങ്ങോട്ട് ക്ഷമിക്കണം. നന്മയും തിന്മയും ഒരിക്കലും തന്നെ താതാത്മ്യപ്പെടുത്തരുത്. നിങ്ങൾ ഒരുപോലെയല്ല. നിങ്ങളോട് ഒരാൾ തിന്മ ചെയ്താൽ അതിനെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് നല്ല നിലയിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ. നന്മയോടെ പ്രതികരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു മുസ്ലിമിന് എങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ, നിരപരാധികളായ നിരായുധരായ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ആളുകളെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയുന്നത്? അവന്റെ പേരിൽ ചിലപ്പോൾ മുസ്ലിമിന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ടു എന്നതുകൊണ്ട് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. എന്നെ ശ്രമിക്കുന്ന ഹൈന്ദവരോ മറ്റു മതസ്ഥരോ ഉണ്ടാകുമല്ലോ. പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും പത്രങ്ങളിലൂടെയും മീഡിയകളിലൂടെയും പടച്ചുവിടുമ്പോ അതൊന്നും വിശ്വസിക്കരുത്. ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടല്ല അത്. ഇസ്ലാമിനെ വിഭാവനം ചെയ്യുന്നവരല്ലേ അവർ. ഇസ്ലാം ഒരിക്കലും തന്നെ അതിന് ഒരു വിധത്തിലുള്ള പ്രോത്സാഹനവും നൽകുന്നില്ല എന്ന് മാത്രമല്ല, അതൊക്കെ അവരുടെ സ്വത്ത താല്പര്യങ്ങളാണ്, വ്യക്തി താല്പര്യങ്ങളാണ്, രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. ആരാണ് ചെയ്തത് എന്ന് പോലുമുള്ള ചർച്ചകൾ ഇപ്പോഴും കൊഴുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുപ്രചരണങ്ങളിലൂടെ പലയിടങ്ങളിലും പോസ്റ്ററുകളിൽ ഇതൊക്കെയാണ് മുസ്ലിംകൾ ചെയ്തു കൂട്ടുന്നത് എന്ന വിധത്തിലുള്ള കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിലൊരിക്കലും നമ്മുടെ നാട്ടിലുള്ള ഇതരങ്ങളായ സമുദായാംഗങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അതാ ഞാൻ പറഞ്ഞത്. കാരണം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു, ലൈസ മിന്നാ മൻ ദആ ഇലാ അസബിയത്തിൻ വലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയത്തിൻ വലൈസ മിന്നാ മൻ മാത അലാ അസബിയ. തീവ്രവാദത്തിന്റെ പേരിൽ മരിക്കുന്നവനും ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്നവനും ഭീകരവാദത്തിന് വേണ്ടി ചട്ടക്കൂടി ഇടങ്ങുന്നവനും തല്ലി തച്ച് മരിച്ചു വീഴുന്നവനും അതിന്റെ പ്രോത്സാഹനം നൽകുന്നവനും പ്രവർത്തിക്കുന്നവനും അതിന്റെ ഏത് ഗ്രേഡിൽ സഹായങ്ങൾ ചെയ്തവനടക്കമുണ്ടോ അവനൊന്നും ഇസ്ലാമിന്റെ അംഗമല്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെ നിങ്ങൾ അവരിലൂടെയല്ല വായിക്കേണ്ടത്. ഇസ്ലാമിനെ നിങ്ങൾ വായിക്കേണ്ടത് ആരിലൂടെയാണ് എന്നറിയുമോ? സയ്യിദ് ആദിൽ ഹുസൈൻ ഷായിലൂടെയാണ് നിങ്ങൾ ഇസ്ലാമിനെ വായിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മുസ്ലിമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ നിന്നെ വെറുതെ വിടുകയാണ് എന്ന് പറഞ്ഞപ്പോഴും ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് AK-47 പിടിച്ചു പറിക്കാൻ വേണ്ടി തങ്ങൾക്ക് പോലും അറിയാത്ത, ആരാണെന്ന് ഊരും പേരും അറിയാത്ത എവിടെ നിന്നോ വന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ ജീവന് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പണം ചെയ്ത കുതിരസവാരിക്കാരനായ
പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ അവിടെ വെടിയേറ്റ് മരിക്കുകയാണ്. ആർക്ക് വേണ്ടി? സ്വന്തം രക്ഷപ്പെടാമായിരുന്നു. നീ പൊക്കോ എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പോകുന്നില്ല, നിങ്ങൾ ഇവിടെ നടത്തുന്നത് ഭീകരവാദമാണ്, ആ ഭീകരവാദത്തെ ഞാൻ എതിർക്കുമെന്ന് പറഞ്ഞ് അതെന്റെ ശരീരം കൊണ്ട് എതിർക്കാനാണ് എന്റെ മതം പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ആദിൽ ഷായിലൂടെയാണ് ഇസ്ലാമിനെ നിങ്ങൾ വായിക്കേണ്ടത്. അതുപോലെ തന്നെ മരിച്ച മലയാളിയായ രാമചന്ദ്രന്റെ മകൾ പറഞ്ഞില്ലേ, എന്നെ സഹോദരിയെ പോലെ കണ്ട് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്ന മുസാഫർ സമീർ എന്ന് പറയുന്ന 2 പേരുണ്ട്. അവർ എന്റെ സഹോദരങ്ങളാണ് എന്ന്. അവരിലൂടെയാണ് ഇസ്ലാമിനെ നിങ്ങൾ വായിക്കേണ്ടത്. ഭർത്താവ് കൊല്ലപ്പെട്ട പല്ലവി എന്ന് പറയുന്ന സ്ത്രീയെ രക്ഷിച്ച 2 പേരെ കുറിച്ച് പറഞ്ഞു. അവരിങ്ങനെ ഞങ്ങളുടെ അടുക്കൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരിലൂടെയാണ് നിങ്ങൾ ഇസ്ലാമിനെ വായിക്കേണ്ടത്. പള്ളി മിനാരങ്ങളിൽ ഇന്ന് അവിടെ അനൗൺസ്മെന്റുകൾ മുടങ്ങി ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ട്, സജ്ജരായിരിക്കണം, അതിനെ ചെറുത്തു തോൽപ്പിക്കണം, അതിനെ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് പള്ളികളിൽ മുഴുവനും മുഴക്കിയെങ്കിൽ ആ നാട്ടുകാർ മുഴുവനും ഈ ഭീകരതക്കെതിരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില സ്വത്ത് താല്പര്യങ്ങൾ പടച്ചുവിടുന്ന വർഗീയമായ ചില ശ്രമങ്ങൾ, കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിലൊക്കെ. ഇനിയും പുറത്തു വരാൻ പലതും ഉണ്ടാവും. ഇപ്പോഴും അതിന്റെ ഒന്നും പൂർണ്ണമായ വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രമിക്കുന്ന മുഅ്മിനീങ്ങളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരിക്കലും ഇസ്ലാമല്ല. അത് ഇസ്ലാമിന്റെ പേരിൽ ആര് വെച്ചുകെട്ടിയാലും അത് ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഇസ്ലാം ആരോടും കൽപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ നേതൃത്വം നൽകുന്നവർ അത് മുസ്ലിമല്ല, അവൻ ഇസ്ലാമിൽപ്പെട്ടവനല്ലെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് അത്തരം അവിവേകപരമായ കാര്യങ്ങൾ, അതിൽ ഒന്നും തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളോട് നാം ഒരു വിധത്തിലുള്ള കോംപ്രമൈസും ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലെല്ലാം സമാധാനം നൽകുമാറാവട്ടെ. മരണപ്പെട്ട കുടുംബങ്ങളുടെ ആ പ്രയാസത്തിൽ, സങ്കടത്തിൽ നമ്മളെല്ലാവരും ആ സങ്കടത്തിൽ പങ്കുചേരുകയാണ്. രാജ്യത്തെ നടന്ന ഏറ്റവും വലിയ ഭീകര ആക്രമണത്തിൽ അതിനെ നാം അപലപിക്കുകയാണ്. നാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, നാം അതിനെതിരെ പ്രതികരിക്കുന്നവരാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സമാധാനപൂർണമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന മതസൗഹാർദ്ദം തകരാതെ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ.